നമ്മൾ ഇന്ന് പഠിക്കുന്നത് റാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ 8th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരിൽ തന്നെ ഉണ്ട് റാഷണൽ നമ്പർ. അപ്പോൾ നമ്മൾ ഈ റാഷണൽ എന്ന വേർഡ് ഞാൻ അവിടെ നിർത്തി. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് നമ്പേഴ്സ് ആണ്, അതായത് നമ്പർ സിസ്റ്റം. അപ്പോൾ ഈ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്പേഴ്സിനെ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള റാഷണൽ നമ്പറിലേക്ക് വരാം. അപ്പോൾ നമുക്ക് അറിയുന്ന നോർമലായിട്ട് നമ്മൾ സാധാരണ കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ഏതാണ്? നോർമലി എപ്പോഴും യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് കൗണ്ടിങ് നമ്പേഴ്സ്. അപ്പോൾ ഈ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇത് കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും കൗണ്ട് ചെയ്യുക 1 2 3 4 5 6 എക്സെട്ര, ഇങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് തന്നെ മറ്റൊരു പേരാണ് കൗണ്ടിങ് നമ്പേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ കൗണ്ടിങ് നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്, അതായത് കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ, ഈ കൗണ്ടിങ് നമ്പേഴ്സ്. ഇപ്പം നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ലെഫ്റ്റ് ഇൻ ദിസ് ബാസ്ക്കറ്റ് എന്ന് ചോദിച്ചാൽ ഇവിടെ എന്താ ഒരു നമ്പറും ഇല്ലല്ലേ. അപ്പം നമ്മൾ എന്താ പറയുക, സീറോ ആണ് പറയുക. അപ്പം ആ സീറോ ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു സീറോ അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു സീറോ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന നമ്പറാണ് നമ്മൾ വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. വോൾ നമ്പേഴ്സ്, അതായത് നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 എക്സെട്ര ഇങ്ങനെയാണെങ്കിൽ വോൾ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ്. 0 ടു എക്സെട്ര, അതായത് 0 ടു ഇൻഫിനിറ്റി വരെയാണ് വോൾ നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ 2 എടുത്തു കഴിഞ്ഞാൽ അതൊരു വോൾ നമ്പർ ആണ്. 4 എടുത്തു കഴിഞ്ഞാൽ വോൾ നമ്പർ ആണ്. 6 വോൾ നമ്പർ ആണ്. അങ്ങനെ ഇതെല്ലാം വോൾ നമ്പർ ആണ്. നമുക്ക് വോൾ നമ്പേഴ്സിന് പൊതുവെ എങ്ങനെ പറയാം, 0 ടു എക്സെട്ര, ഇതൊക്കെ വോൾ നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ വോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞൂടെ. ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ വോൾ നമ്പർ. എല്ലാ നാച്ചുറൽ നമ്പറും എന്താണ്, വോൾ നമ്പേഴ്സ് ആണ്. ബട്ട് ഓൾ വോൾ നമ്പേഴ്സ് ആർ നോട്ട് എ നാച്ചുറൽ നമ്പർ. എല്ലാ വോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പർ അല്ല. റീസൺ എന്താണ്, നാച്ചുറൽ നമ്പറിൽ 0 ഇൻക്ലൂഡ് അല്ല. 0 ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന നാച്ചുറൽ നമ്പർ ആണ്, അതായത് 0 കഴിഞ്ഞ് 0 പ്ലസ് ബാക്കി നാച്ചുറൽ നമ്പേഴ്സും വന്നു കഴിഞ്ഞാൽ അതെന്തായി, ഹോൾ നമ്പേഴ്സ് ആയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാച്ചുറൽ നമ്പർ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിലോ അവിടെ 0 ഇല്ല. അതുകൊണ്ട് എല്ലാ ഓൾ നമ്പേഴ്സും നാച്ചുറൽ അല്ല. എന്നാൽ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ ഓൾ നമ്പർ. നെക്സ്റ്റ്, ഇപ്പം നമ്മൾ പറഞ്ഞു നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0 ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ഓൾ നമ്പേഴ്സ് ആയി എന്ന് പറഞ്ഞു. ഈ ഓൾ നമ്പേഴ്സിനും അപ്പുറത്തേക്ക് ഒരു നമ്പേഴ്സ് കൂടെ ഉണ്ട്. അതാണ് നമ്മൾ വോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയും വരും, 0 ടു എക്സെട്ര. ഇത്രയും 10 വരെയല്ല, 10 കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ 0 ടു എക്സെട്ര. അങ്ങനെയാണ് ഈ 0യുടെ ഈ സൈഡിലേക്ക് നമ്മൾ കുറച്ച് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ വരുന്നതാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ 0യ്ക്ക് ശേഷം 0യുടെ ബാക്ക് സൈഡിലേക്ക്, അതായത് ലെഫ്റ്റ് സൈഡ് ഓഫ് 0യിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിന് നെഗറ്റീവ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് കൊടുക്കാം. അതായത് നെഗറ്റീവ് നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പറും 0യും പോസിറ്റീവ് നമ്പേഴ്സും ഇൻക്ലൂഡ് ആവുന്നതിനെയാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. നെഗറ്റീവ് നമ്പർ, 0, പോസിറ്റീവ് നമ്പർ, ഇത്രയും വന്നു കഴിഞ്ഞാൽ അതെന്താണ്, ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ 0 എന്ന് പറയുന്നത് 0 ഈസ് നെയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് നമ്പർ ആണ്. 0 എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ലാത്ത നമ്പറാണ് 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഇതിനെ നെഗറ്റീവ് ഓഫ് നാച്ചുറൽ നമ്പർ എന്നും പറയാം. ഈ നെഗറ്റീവ് നമ്പേഴ്സിനെ നെഗറ്റീവ് ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് പറയാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 2 3 എക്സെട്ര ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് ഇതെന്താകും, ഈ നമ്പർ ലൈന് ഡിക്രീസിങ് ഓർഡർ ആണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡിക്രീസ് ആണ്, ഇങ്ങോട്ടേക്ക് ഈ സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യാണ്, നമ്പേഴ്സ് കൂടി കൂടി വരികയാണ് അല്ലേ. ഈ സൈഡിലേക്ക് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ നമ്പേഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഡിക്രീസിങ്ങും ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇൻക്രീസിങ്ങും ആണ്. അപ്പോൾ നമ്മൾ ഇൻറ്റിജേഴ്സ് ആണ് പറഞ്ഞത്. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പർ, 0, പോസിറ്റീവ് നമ്പർ, ഇത്രയും ഇൻക്ലൂഡ് ആവുന്നതാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതായത് ഇൻറ്റിജേഴ്സിന്റെ ഭാഗത്ത് ഒരു 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഈസ് നെയ്തർ നെഗറ്റീവ് ഓർ പോസിറ്റീവ് നമ്പർ. അപ്പോൾ അതേതാണ്, 0 ആണ്. വോൾ നമ്പറിൽ ചോദിക്കാൻ പറ്റുന്നതാണ്, വാട്ട് ഈസ് ദി സ്മോളസ്റ്റ് ഓൾ നമ്പർ. ഏതാണ് സ്മോളസ്റ്റ് ഓൾ നമ്പർ, 0 ആണ്. 0 ആണ് സ്മോളസ്റ്റ് ഓൾ നമ്പർ. അങ്ങനെയാണെങ്കിൽ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ഏതായിരിക്കും, സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ 1 ആണ്.
1 ആണ് സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ. ഒരിക്കലും ഇതിൻ്റെ ഒന്ന് ലാർജസ്റ്റ് ചോദിക്കില്ല, കാരണം നമുക്ക് കൗണ്ടിങ് നമ്പേഴ്സിന്റെ ലാസ്റ്റ് നമ്പർ ഏതാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഒരിക്കലും അത് ചോദിക്കുകയില്ല. ഇത്രയാണ് ചോദിക്കുക. പിന്നെ നമ്മൾ നമ്പർ ലൈൻസിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മൾ ഇത്രയും ഒരു യൂണിറ്റ് എടുത്തു, 0 to 1 വരെ. 0 മുതൽ 1 വരെ എടുത്തു കഴിഞ്ഞാൽ ഇതിനിടയിലായിട്ട് വേറെയും നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പർ ലൈനിൽ തന്നെ വേറെയും നമ്പർ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ നമ്മൾ 1/2 എന്നെടുത്തു. അതായത് 0യുടെയും 1ന്റെയും ഹാഫ് ആണ് അല്ലേ 1/2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഹാഫ് ആണ് എന്ത് 1/4. അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഒരു പിസ്സ, ഈ പിസ്സ എന്ന് പറയുന്നത് ഇതൊരു 1 ആണ് അല്ലേ, 1 യൂണിറ്റ് ആണ് പിസ്സ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നേരെ ഹാഫ് ആക്കി, അപ്പം എന്ത് ചെയ്യുന്നു 1/2 എന്ന് വന്നു. പിന്നെ അതിന് ഈ 3 ഈക്വൽ പാർട്സ് ആക്കി അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് 1/3 കിട്ടും. പിന്നെ ഇവിടെ എടുക്കുന്ന സമയത്ത് 1/4. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇതൊക്കെ എന്താണ് ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഫ്രാക്ഷൻ നമ്പർ ലൈനിൽ എവിടെയാണ് വരുന്നത് വെച്ചാൽ ഇതാ 0 to 1ന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നതാണ് 1/2, 1/4. അങ്ങനെ എത്ര നമ്പേഴ്സ് വേണേലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഫ്രാക്ഷൻസും എവിടെ വരുന്നുണ്ട്, നമ്പർ ലൈനിൽ വരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഏത് വരും, ഡെസിമൽസ്. എന്താ ഡെസിമൽ എന്ന് പറഞ്ഞാൽ ഈ 1/2 ഉണ്ടല്ലോ, 1/2യുടെ ഈക്വലന്റ് ഫ്രാക്ഷൻ ആണ്, ഈക്വൽ ആയിട്ടുള്ള ഡെസിമൽ ഉണ്ട്. എങ്ങനെ 1/2യുടെ ഈക്വലന്റ് ഡെസിമൽ എടുക്കുക? ഇപ്പൊ നമുക്ക് ഒന്നുകിൽ 1/2ന് ഈക്വൽ ആയിട്ട് നമുക്ക് ഓൾറെഡി അറിയാം ഏതാ 0.5 അല്ലേ. 0.5 നമ്മളിപ്പോൾ സ്കെയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് മനസ്സിലാവും. ഇങ്ങനെ 10 ഡിവിഷൻസ് ഉണ്ടാകും, അതിൽ സെൻട്രൽ വരുന്നതാണ് ഇപ്പോൾ 0.5 എന്ന് പറയുന്നത്. അപ്പോൾ 1/2 ഈസ് ഈക്വൽ ടു 0.5 ആണ്. ഇനിയിപ്പോൾ നമുക്ക് 0.5ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ 10, ഇവിടെ 1 ഡിജിറ്റ് ആണെങ്കിൽ 5/10 എഴുതാം അല്ലേ. അതായത് ന്യൂമറേറ്ററിന് ഡിനോമിനേറ്ററിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടാം. അല്ലെങ്കിൽ എന്താ പറയുക, ഡെസിമലായിട്ട് ഒരു പ്ലേസ് ആണെങ്കിൽ നമുക്ക് ഡിനോമിനേറ്റർ 10 ആയിട്ട് എഴുതാം, 2 പ്ലേസ് ആണെങ്കിൽ 100 ആക്കി എഴുതാം. അങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറ്റാനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത്രയും ഭാഗം കിട്ടി. അപ്പോൾ ഈ ഡെസിമൽ നമ്പറും ഫ്രാക്ഷൻസും ഇൻഡിജേഴ്സും നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, ഇതെല്ലാം തന്നെ നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്നും കൂടാതെ നമ്മൾ ഇത്രയും നമ്പേഴ്സ് വരുന്നതിനെയാണ് നമ്മൾ ഒന്നിച്ച് നമുക്ക് എന്ത് പറയാം, നമ്പർ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഈ നമ്പർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ചെറുത് ആരാണ്, നാച്ചുറൽ നമ്പർ. അതിൻ്റെ കൂടെ 0 കൂടെ വന്നപ്പോൾ എന്തായി, വോൾ നമ്പർ ആയി. അതിൻ്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വരുമ്പോൾ അത് ഇൻഡിജേഴ്സ് ആയി. പിന്നെ അതിനിടെ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇത്രയും നമ്പേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇതിനെയാണ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ റാഷണൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ numbers which can be represented in the form p/q. നമുക്ക് ഈ നമ്പേഴ്സിനെ p/q ഫോമാറ്റിൽ എഴുതാൻ പറ്റും. where p and q are integers. p and q are integers and q not equal to 0. When p and q have no common factors, then the rational number is said to be in its standard form. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ നാച്ചുറൽ നമ്പേഴ്സ്, അതായത് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ p/q ഫോമാറ്റിൽ എഴുതുന്ന എല്ലാ നമ്പേഴ്സും റാഷണൽ നമ്പർ ആണ്. പക്ഷേ ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ എഴുതി 2/10, ഇത് റാഷണൽ ആണോ? അല്ല. ഇതിനെന്ത് ചെയ്യുക, ഇനിയും നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാം. അപ്പം എന്ത് വരും, 1/5 എന്ന് വരും. 1/5. അപ്പോൾ ഈ 1/5 എന്ന് പറയുന്ന റാഷണൽ ആണ്. കാരണം എന്താ, ഇത് p/q, p ഈസ് ഈക്വൽ ടു 1, q എന്ന് പറയുന്ന 5 ആണ്. അപ്പം 5 ഈസ് നോട്ട് എ 0, 5 നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, റാഷണൽ നമ്പർ ആണ്. 1നും 5നും കോമൺ ഫാക്ടേഴ്സും ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് റാഷണൽ നമ്പർ ആണ്. അപ്പം ഇങ്ങനെ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നാച്ചുറൽ നമ്പേഴ്സ് റാഷണൽ ആവുന്നത് എപ്പോഴാണ്? അപ്പോൾ ഈ നമ്പർ ലൈനിൽ വരുന്ന ഈ ഇവയെല്ലാം തന്നെ എന്താ, റാഷണൽ ആണ്. അപ്പോൾ എങ്ങനെയാണ് നാച്ചുറൽ നമ്പർ റാഷണൽ ആണ് എന്ന് പറയുന്നത്? നാച്ചുറൽ നമ്പറിൽ 1 എടുത്തു, 1നെ നമുക്ക് 1/1 എന്ന് എഴുതാം, 2നെ 2/1 എന്ന് എഴുതാം, 3/1. അങ്ങനെ 1 ഡിനോമിനേറ്റർ ആക്കി എഴുതുമ്പോൾ നമുക്ക് ഈ സെയിം നമ്പർ തന്നെ കിട്ടുക. 1 കൊണ്ട് ഏത് നമ്പറിനെ ഡിവൈഡ് ചെയ്താലും അതേ നമ്പറാണ് വരിക. അപ്പോൾ 2/1 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 തന്നെയാണ്. 3/1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, p/q ഫോമാറ്റിൽ എഴുതാം. q നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഇവയെല്ലാം തന്നെ റാഷണൽ നമ്പർ ആണ്. അപ്പോൾ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് p/q ഫോം. ഇനി നമ്മൾ ഓൾ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഓൾ നമ്പേഴ്സ് പറ്റുമോ ഇങ്ങനെ എഴുതാൻ? നമുക്ക് നോക്കാം. ഓൾ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 0, 1, 2, 3 എക്സെട്ര ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് ആണ് ഓൾ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ നമ്പേഴ്സിൽ 0യെ നമുക്ക് 0/1 എഴുതാലോ. പിന്നെ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തു, 1/1, 2/1, അത് തന്നെ ഓൾ നമ്പറിലും വരില്ലേ, 1/1, 2/1, 3/1 എക്സെട്ര ഇങ്ങനെ എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓൾ നമ്പേഴ്സും
റാഷണൽ നമ്പറാണ് p/q ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. ഇനി സീറോയും റാഷണൽ നമ്പറാണ്. സീറോയെ നമുക്ക് 0/1 എന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ട് അതും p/q ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് 1/0 എന്ന് എഴുതാൻ പറ്റില്ല. ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്. 1/0 ഈസ് നോട്ട് ഡിഫൈൻഡ്. 0 ഈസ് ഓൾസോ റാഷണൽ നമ്പർ. നമുക്കിനി രണ്ട് വോൾ നമ്പേഴ്സ് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും ഒക്കെ നമുക്ക് കിട്ടുന്ന വോൾ നമ്പേഴ്സ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാം. അതായത് നമ്മൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പർ ആണ് നോക്കുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പർ. അപ്പോൾ ഈ പ്രോപ്പർട്ടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. പിന്നെ നമ്മൾ പറഞ്ഞു നമ്പർ സിസ്റ്റത്തിൽ വരുന്ന എല്ലാം കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് റാഷണൽ നമ്പർ എന്ന് പറയും. ഈ റാഷണൽ നമ്പർ അല്ലാത്ത നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ഇറാഷണൽ നമ്പർ. ഇറാഷണൽ നമ്പർ. ഈ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എനി നമ്പർ ദാറ്റ് ഈസ് നോട്ട് റാഷണൽ. റാഷണൽ അല്ലാത്ത എല്ലാ നമ്പേഴ്സിനെയാണ് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പർ ആണ്. അപ്പോൾ പ്രോപ്പർട്ടീസ് പഠിക്കുന്ന സമയത്ത് എന്താണ് ഈ പ്രോപ്പർട്ടി? അതിൽ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് മനസ്സിലാക്കണം. അതായത് നമ്മൾ നോക്കുന്നത് ഏതൊക്കെയാണ്? ക്ലോഷർ പ്രോപ്പർട്ടി, നെക്സ്റ്റ് commutative property, associativity and distributive property. ഇതാണ് മെയിനായിട്ട് പഠിക്കുന്ന പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുന്നത് ഹോൾ നമ്പേഴ്സിൽ ചെക്ക് ചെയ്യും. ഹോൾ നമ്പേഴ്സ് ഈ പ്രോപ്പർട്ടി ഏതൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കും. അതുപോലെ തന്നെ നമ്മൾ റാഷണൽ നമ്പറിൽ നോക്കും. അതിന് മുമ്പായിട്ട് നാച്ചുറൽ നമ്പറിൽ ചെക്ക് ചെയ്യും. ഇപ്പോൾ ഹോൾ നമ്പർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാച്ചുറൽ നമ്പർ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ശരിക്കും. കാരണം എന്താ, ഹോൾ നമ്പറിൽ 0 ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഫുൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 0യും നാച്ചുറൽ നമ്പറും കൂടിയാലാണ് ഹോൾ നമ്പർ വരുന്നത്. അപ്പം നമ്മൾ ഹോൾ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നാച്ചുറൽ നമ്പറിൽ ഓക്കെയാണ്. അതുകൊണ്ട് അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇനിയും ഹോൾ നമ്പർ നോക്കും. പിന്നെ നോക്കുന്നത് ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ ഹോൾ നമ്പറും ഇൻറ്റിജേഴ്സും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് റാഷണൽ നമ്പറിലാണ് ചെക്ക് ചെയ്യുക. ഇത്രയും പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ നോക്കുന്നത് ഓരോ പ്രോപ്പർട്ടി എവിടെയാണ് ചെക്ക് ചെയ്യുന്നത്? നമ്മുടെ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആയ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നിങ്ങനെയുള്ളതിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി നോക്കാം. ഹോൾ നമ്പേഴ്സിൽ നോക്കാം. ഹോൾ നമ്പേഴ്സിൽ അഡീഷനിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് നോക്കാം. അപ്പോൾ അഡീഷനിലെ ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പോൾ അഡീഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്ലോഷർ പ്രോപ്പർട്ടി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾ നമ്പർ എടുക്കുകയാണ്. ഓൾ നമ്പേഴ്സിൻ്റെ കേസാണ് നോക്കുന്നത്. ഓൾ നമ്പേഴ്സ് ഇപ്പോൾ എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് 0 to ഇൻഫിനിറ്റി ആണ് ഓൾ നമ്പർ എന്നുള്ളൊരു ഐഡിയ മൈൻഡിൽ ഉണ്ടാവണം. അപ്പോൾ ഓൾ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഏത് രണ്ട് ഓൾ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഓൾ നമ്പർ തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ അത് ഹോൾ നമ്പറിന് അഡീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന്, ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയാം. ഇനി അതുപോലെ സബ്ട്രാക്ഷനിൽ നോക്കുക. സബ്ട്രാക്ഷൻ ചെയ്യുകയാണെങ്കിൽ രണ്ട് ഹോൾ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹോൾ നമ്പർ തന്നെ കിട്ടുകയാണെങ്കിൽ അവിടെ എന്ത് പറയാം, ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പറയാം. അങ്ങനെ ഓരോന്നും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഏതെങ്കിലും രണ്ട് ഹോൾ നമ്പേഴ്സ് ആണ് എടുക്കുന്നത്. ഞാൻ എടുക്കുന്നത് 2ഉം 5ഉം. ഈ 2ഉം 5ഉം എടുത്തു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്ന അഡീഷൻ ആണ്. 2 + 5. 2 + 5 എന്ന് പറയുമ്പോൾ 2 ഹോൾ നമ്പർ ആണ്, 5 ഹോൾ നമ്പർ ആണ്. 2 + 5 എന്ന് പറയുന്നത് 7ഉം ഹോൾ നമ്പർ ആണ്. അപ്പം എന്ത് പറയാം, ഇവിടെ കിട്ടിയിരിക്കുന്ന രണ്ട് ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത് ഹോൾ നമ്പർ ആണ്. അതുകൊണ്ട് ഓൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. അപ്പോൾ അഡീഷനിൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമുക്ക് നോക്കുന്നത് സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷനിൽ കിട്ടുമോ നോക്കാം. ഈ 2ഉം 5ഉം തന്നെ എടുത്തു. ഏത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് ചെക്ക് ചെയ്യാം. ഞാൻ 2ഉം 5ഉം തന്നെ എടുക്കുന്നത്. അപ്പോൾ 2 - 5, ഈ ഹോൾ നമ്പറിൽ നിന്ന് വേറെ ഹോൾ നമ്പർ മൈനസ് ചെയ്തു. അപ്പോൾ കിട്ടുന്നത് എന്താ, 2 - 5 എന്ന് പറയുമ്പോൾ -3 ആണ് വരിക. ഇത് ഇവിടെ സ്മോളസ്റ്റ് എന്നാണ് നമ്മൾ ബിഗസ്റ്റ് നമ്പർ മൈനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടിയിരിക്കുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ -3 ആണ് ആൻസർ. അപ്പോൾ ഈ -3 എന്ന് പറയുമ്പോൾ അത് ഹോൾ നമ്പർ ആണോ? -3 ഈസ് നോട്ട് എ ഹോൾ നമ്പർ. ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ. ദെർഫോർ ഇറ്റ്സ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. അവിടെ സബ്ട്രാക്ഷനിൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ സബ്ട്രാക്ഷനിൽ ഇറ്റ്സ് നോട്ട് ക്ലോസ്ഡ്. ദെൻ
നമ്മൾ ചെക്ക് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അഡീഷൻ സാറ്റിസ്ഫൈ ചെയ്യെങ്കിൽ മൾട്ടിപ്ലിക്കേഷനിൽ ഒരു ഡൗട്ടും വേണ്ട, മൾട്ടിപ്ലിക്കേഷൻ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. 0 ടൈംസ് 3 എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഇത് വോൾ നമ്പർ ആണ്, ഇതും വോൾ നമ്പർ ആണ്, കിട്ടിയിരിക്കുന്ന വോൾ നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇത് മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. നമ്മൾ വേറെ ഏതെങ്കിലും നമ്പർ എടുത്തോ, 3 × 5 15. അപ്പൊ ഇവിടെയും കിട്ടിയിരിക്കുന്നത് എന്താ, ഹോൾ നമ്പർ തന്നെയാണ്, അതുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യും. അല്ലാതെ നമുക്ക് ഒരു അഡീഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ ഡൗട്ട് ഒന്നും വേണ്ട, മൾട്ടിപ്ലിക്കേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യും. കാരണം എന്താ, റിപ്പീറ്റഡ് ആയിട്ടുള്ള അഡീഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് അഡീഷൻ, റിപ്പീറ്റഡ് അഡീഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് അത് കിട്ടി. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് അടുത്ത അരിത്മെറ്റിക് ഓപ്പറേഷൻ ആയ ഡിവിഷൻ ആണ് നോക്കുന്നത്. ഈ ഡിവിഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ നോക്കാം. ഇവിടെ കിട്ടുന്നത് 2/3 നോക്കാം. 2ഉം 3ഉം ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്താ വരിക, 2/3. ഈ 2/3 എന്ന് പറയുന്നത് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യോ, ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇതൊരു ഫ്രാക്ഷൻ ആണ് അല്ലേ, ഇറ്റ് ഈസ് നോട്ട് എ ഹോൾ നമ്പർ. ഇതൊരു ഹോൾ നമ്പർ അല്ല 2/3 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താ, 2ഉം 3ഉം ഹോൾ നമ്പർ ആണ്, പക്ഷേ 2/3 ഈസ് നോട്ട് എ ഹോൾ നമ്പർ. ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. അവിടെ ഡിവിഷനിൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് അല്ലാതെ പറയാൻ പറ്റും, സബ്ട്രാക്ഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഡിവിഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. കാരണം എന്താ, ഡിവിഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആണ്. റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആണ് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയിരിക്കുന്നത് ഹോൾ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് വരെയാണ്. ബാക്കി നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഇൻറ്റിജേഴ്സിന്റെയും കൂടെ ചെക്ക് ചെയ്യും.